ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും നേരത്തെ വന്ന പോലെ ഒരു പത്രക്കാരെയൊക്കെ ടി വിക്കാരെയൊക്കെ ക്യാമറയൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു പേടിയൊക്കെ എനിക്കുണ്ട്. വളരെ ഇപ്പം എനിക്ക് അതിൻ്റെ ഒരു ഇത് വിട്ടു മാറിയിട്ടില്ല. കാരണം ഞാൻ സിനിമയിൽ ഈ പറഞ്ഞ പോലെ കുഞ്ഞു കുഞ്ഞു കുട്ടി കുട്ടി വേഷങ്ങൾ ചെയ്തു വന്നിട്ടുള്ള ഒരാളാണ്. എത്രയോ സംവിധായകരുണ്ടായിരുന്നു, എത്രയോ വലിയ വലിയ സംവിധായകരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. അതിലൊരു സ്റ്റില്ല് കണ്ട് എങ്ങനെയാണ് ഇവർ എനിക്ക് ഇങ്ങനെ ഒരു ഇത്രയും എൻ്റെ ജീവിതം ഒരൊറ്റ ഒരു ഇതുകൊണ്ട് മാറിപ്പോയി, ഒരൊറ്റ ദിവസം കൊണ്ട് മാറിയതാണ്. ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഇവിടുന്ന് രാവിലെ 5 മണിക്ക് സലാലയിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയി. അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ നാഷണൽ അവാർഡ് വിന്നറായിട്ടാണ് ഇറങ്ങുന്നത്. അനിൽ തോമസ് സാറിനോടും അതുപോലെ തന്നെ ഇവിടെ ഇല്ല നമ്മുടെ പ്രിയപ്പെട്ട സ്ക്രിപ്റ്റ് റൈറ്ററും മാനേജറിനോടും പിന്നെ മിന്നാമിനിങ്ങിൻ്റെ മുഴുവൻ ടീം അംഗങ്ങളും കുറച്ച് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. രാവും പകലും വേണമെങ്കിൽ അങ്ങനെ പറയാം. 12 മണി രാവിലെ ഒരു 6 മണിക്ക് തുടങ്ങിയിരിക്കും ഷൂട്ട്. ഒരു 6:30-ൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ഷോട്ട് എടുത്തിരിക്കും. 6:30 മുതൽ രാത്രി 11 മണി 12 മണി വരെയാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ്. അപ്പം എല്ലാവരും ആ ഒരു എനർജിയിൽ നിന്നു. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഫലമായിട്ട് എനിക്ക് കിട്ടിയതേ ഉള്ളൂ. പക്ഷേ അതെല്ലാവർക്കും എത്ര തീർത്താലും തീരാത്ത നന്ദി കടപ്പാടുണ്ട്. എൻ്റെ വെച്ചാൽ എനിക്ക് ഒരു ദിവസം മാനേജ് ചെയ്യാവുന്ന തിരക്കേം എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്നൊരു ജീവിതമായിരുന്നു ഉണ്ടത്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഫോൺ കോളുകളൊക്കെ ചെയ്യായിരുന്നു. ഇപ്പൊ എനിക്ക് വയ്യാണ്ടായി, ഞാൻ കുഴങ്ങിക്കുന്നുണ്ട്. എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ വേറെ ആരെങ്കിലുമൊക്കെ ഫോൺ കൊടുക്കുന്നു, ഇന്റർവ്യൂ, ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ എനിക്ക് പരിചയമില്ല. ഞാനൊരു നായിക നടിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ പോകും. ഇതല്ലാണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതിൽ എനിക്ക് മനസ്സിലാകുന്നില്ല എന്തൊക്കെയാ സംഭവിക്കുന്നത്. എനിക്ക് മാത്രമല്ല എൻ്റെ നാട്ടില് ഇതൊരു ഗ്രാമത്തിൻ്റെയും കൂടി ഒരു ഓട്ടാണ്. ഇന്നലെ ഞാൻ അങ്ങനെയൊക്കെ പറയാമോ, അല്ലാത്ത പരിപാടിയൊക്കെ ഉണ്ടോ? ഞാൻ ഇന്നലെ ഞാൻ വിമാനം ഇറങ്ങി വന്ന് ഒരു ഇന്റർവ്യൂ കൊടുത്ത് കഴിഞ്ഞു. പിന്നെ വീട്ടിലേക്ക് പോകുമ്പോൾ നെൽക്കിലേക്കുള്ള റോഡ് തുടങ്ങുന്നിടത്ത് എൻ്റെ നാട്ടിലുള്ള ജന്മനാടും ലൈറ്റിൽ വട്ടോളിയാണ്. പിന്നെ നെൽക്കിനിലാണ് ഞാൻ വളർന്നത്. അവിടെയുള്ള യുവാക്കളെല്ലാവരും അവരുടെ ബൈക്കും കൊണ്ടുവന്നിട്ട് ബൈക്ക് റാലിയാണ്. അപ്പോൾ അവിടെ എത്താശേരിക്ക് 1 മണിക്കൂർ എടുത്തു ഞാൻ നെൽക്കിനിൽ തന്നെ, ഒരു 8 കിലോമീറ്റർ പോകാൻ. പിന്നെ അവിടെ എത്തിയപ്പം സാധാരണ രീതിയിലൊന്നും അല്ല അവർ അനൗൺസ് ചെയ്യിപ്പിക്കുന്നത്. ഐശ്വര്യ മലർത്തി അടിച്ചുകൊണ്ട് നരിക്കുനിയുടെ രാജവീതിയിലൂടെ നരിക്കുനിയുടെ രാജകുമാരി ഇതാ എഴുന്നള്ളുന്നു. അനുഗ്രഹിക്കുവിൻ, ആശീർവദിക്കുവിൻ, അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടൽ അർപ്പിക്കുവിൻ എന്ന് പറഞ്ഞിട്ട് 6-ാം തമ്പുരാട്ടിന്നൊക്കെ പറഞ്ഞിട്ട് ചെണ്ട കൊട്ടും മേളവും പിന്നെ പുട്ടുകടലും എന്തൊക്കെ എനിക്ക് മറ്റേ നാഗവല്ലിന്റെ ഇതില്ലേ അങ്ങനെയാണ് മാറുന്നത്. ആ പാട്ട് പറയാൻ എനിക്ക് ഞാൻ രാജകുമാരിയാണോ? അല്ല. അങ്ങനെ ആ ഒരു റിയാലിറ്റിയും സ്വപ്നവും എല്ലാം കൂടി ഒരു മിക്സ് ചെയ്തിട്ടുള്ള ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഞാൻ ആ ഒരു കൗതുകത്തോട് കൂടിയിട്ട് നോക്കിക്കാണ്. ഇവരുടെയൊക്കെ ഒരു സന്തോഷം, എൻ്റെ നാട്ടുകാരുടെയൊക്കെ ഒരു സന്തോഷം കണ്ടിട്ട് എനിക്ക് ഭയങ്കര എന്തൊക്കെയാണെന്നുള്ളത് അറിയില്ല. എന്നിട്ട് രാത്രി 2 മണിക്കാണ് എൻ്റെ അടുത്ത് ആൾക്കാർ പോകുന്നത്. രാത്രി 2 മണിക്ക് അതുവരെ ഇങ്ങനെ സന്ദർശകരും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കാത്ത ആളുകൾ ആരൊക്കെയോ വിളിക്കുന്നു. അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തത് ഇങ്ങനെ ഈ ലോകത്തിന് ഇത് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നത്. കട്ടിയായിട്ടൊന്നും ചോദിക്കരുത്, ഡയറക്റ്റായിട്ട് ചോദിക്കരുത്. അതിന് പ്രത്യേകിച്ച് ട്രിക്കൊന്നുമില്ല. നമ്മൾ സത്യസന്ധമായിട്ട് അങ്ങോട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ നമ്മളെ അർപ്പിച്ച് അങ്ങോട്ട് ചെയ്യാം. അപ്പൊ അത് ഹിറ്റാകുന്നതൊക്കെ നിങ്ങളൊക്കെ ഹിറ്റാക്കുന്നത് ഇത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ഹിറ്റാണ് അങ്ങനെ ചെയ്യുന്നത്.
പ്രത്യേകിച്ച് ട്രിക്കൊന്നുമില്ല. പിന്നെ ആ ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ശരിയാവും. പിന്നെ ഞങ്ങൾ എന്താക്കും? പ്രഖ്യാപിച്ച് കഴിഞ്ഞ ശേഷം വന്നിട്ടൊന്നുമില്ല. വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ എന്നെ വിളിച്ച് പറയുന്ന സംവിധായകരും എഴുത്തുകാരും ഒക്കെ സിനിമ വരുമ്പം എന്തായാലും വിളിക്കും എന്നുള്ള വാക്കുകൾ എനിക്ക് തരുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ. പ്രത്യേകിച്ച് സംസ്ഥാന അവാർഡ് കഴിഞ്ഞ ശേഷം ഒരു സിനിമ വന്നിട്ടുണ്ട്. കമ്മട്ടിപ്പാടത്തിന്റെ എഡിറ്റർ അജിത് കുമാർ പടത്തില് എനിക്കൊരു 2-3 ദിവസം അഭിനയിക്കാനുണ്ട് ഈ മാസം.